ഇമോഷണലി ഇൻവെസ്റ്റഡ് അല്ലാത്തൊരു ചെക്കൻ്റെ ഒരു മെയിലിൻ്റെ കൂടെ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷണലി ഇൻ്റലിജൻസ് ഉള്ള ഒരു ഫീമെയിൽ എന്തിനാണ് എൻഗേജ് ചെയ്യാൻ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സിവിലൈസേഷൻ തന്നെ ഫോൾ ആവൂലേ? അല്ല, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. ഇറ്റ് ഡിപ്പെൻസ്. ചിലർക്ക് ഒരുപാട് പിന്നെ സ്നേഹം വേണം എന്ന് തോന്നുന്നവരാണ്. അത്ര വേണ്ട, അത് അപ്ബ്രിങ്ങിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യെസ്, അതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ചിലർക്ക് ഇമോഷണൽ നീഡ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഇമോഷണൽ നീഡുകൾ ഓരോ രാജ്യങ്ങളിൽ തന്നെ ഓരോ ഇമോഷണൽ നീഡാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് വ്യത്യാസമുള്ളത്. അതനുസരിച്ചാണ് ഏറ്റക്കുറച്ചിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഒരാളെയായിട്ട് നമുക്ക് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയാൽ അവിടെ ഒട്ടും പറ്റുക വലിയ പ്രയാസമാണത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ പണ്ടത്തെ രീതി മാറി ഈ വേർപെടൽ ഒരുപാട് നടക്കുന്നുണ്ട്, ഡിവോഴ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല. കാരണം സോഷ്യൽ ടാബുകൾ മാറിയിട്ടുണ്ട്, പൊതു കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം വരുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുകയാണ് ഇണകൾ, ആണും പെണ്ണും കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുകയാണ് ഒരു റിലേഷൻഷിപ്പിൽ. അതാണ് അതിൻ്റെ ഒരു പരിണതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു തരത്തിൽ ആരോഗ്യപരമാണ്. വാസ്തവത്തിൽ മാധവക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു മേൽക്കൂരയുടെ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും പിടിച്ചും ജീവിക്കുന്നത് ഒട്ടും ശരിയല്ല, അതിന് പകരം വിട്ടുപോവുകയാണെന്നുള്ള അവർ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്.